മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണലി നമ്മൾ നമ്മുടെ പിള്ളേർക്ക് അവൈലബിൾ ആവാന്നുള്ളതാണ്. നമ്മൾ ഫിസിക്കലി നമ്മുടെ പിള്ളേരുടെ കൂടെ എപ്പോഴും ഉണ്ടായിട്ട് കാര്യമില്ല. അതിൽ കാര്യമില്ല എന്നല്ല, അതിനോടൊപ്പം തന്നെ നമ്മൾ അവർക്ക് ഇമോഷണലി കൂടി അവൈലബിൾ ആവണം. ഇപ്പോൾ ഒരു കുട്ടി സങ്കടപ്പെട്ടിരിക്കുന്നു, ആങ്ഷ്യസ് ആവുന്നു, അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, നമുക്ക് ചിലപ്പം കാരണം അറിയായിരിക്കും, ചിലപ്പോൾ സില്ലി കാരണങ്ങളായിരിക്കും. സ്കൂളിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ നമ്മളൊന്ന് നമ്മുടെ ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒന്ന് അവരുടെ കണ്ണിൽ നോക്കി അവരോട് എന്താ മോനെ പറ്റിയത് അല്ലെങ്കിൽ എന്താ മോളെ പറ്റിയത് എന്താണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് പറയാനുള്ളത് കേട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് അവർക്കൊരു കോൺഫിഡൻസും അവർക്കൊരു ധൈര്യവും പിന്നീട് അവരുടെ ലൈഫിൽ ഒരുപാട് ഇമോഷണൽ ഇംബാലൻസസ് ഒക്കെ വരുമ്പോൾ അവർക്കൊരു ഹെൽത്തി വേയിൽ അതിനെ ഡീൽ ചെയ്യാനൊക്കെ ഉള്ളൊരു കപ്പാസിറ്റി കിട്ടുകയാണ്. അപ്പം നമ്മൾ പാരൻസ് നമ്മുടെ കുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ചെറിയൊരു ആക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഒരു നല്ലൊരു സിറ്റിസനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. നമ്മളാണ് ഇപ്പോൾ ഏതൊരു പാരൻറ്റുമാണ് ആ കുട്ടികളെ ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്കൊരു ഹെൽത്തി എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി അവർക്ക് നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഇമോഷൻസിനെ അവർ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക, അവർക്ക് ഇമോഷണലി അവൈലബിൾ ആവുക, അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയ കാര്യമാണെന്ന്, പക്ഷെ ഇതൊക്കെ ഒരുപാട് വലിയ കാര്യങ്ങളാണ്. നമ്മുടെ കുട്ടികൾ നമ്മുടെ അല്ലാതെ മറ്റാരുടെ കനിവാണ് ശരിക്കും അർഹിക്കുന്നത്. അവരെ കണ്ണു തുറന്ന് നോക്കുക, നമ്മൾ എന്താണോ ചെറുപ്പത്തിൽ ആ കണ്ണിലൂടെ അവരെ കാണാൻ ശ്രമിക്കുക. നമുക്കൊരു പക്ഷേ ഇന്നത് ഉണ്ടായിരുന്നെങ്കിൽ, ഇന്നത് നമ്മുടെ പാരൻസ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഇങ്ങനെ ആവില്ലായിരുന്നു ഒക്കെ നമുക്ക് തോന്നും, നമുക്ക് തിരിച്ചറിവുണ്ടാവും. പക്ഷെ എന്നിട്ടും നമ്മൾ എത്ര കുട്ടികളോട് ഈ ഒരു കരുണ, ഈ ഒരു കൺസിഡറേഷൻ നമ്മൾ കാണിക്കുന്നുണ്ടെന്ന് നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വീട്ടിൽ വളരുന്ന നമ്മളെ കണ്ണിൻ്റെ മുന്നിലുള്ള ഓരോ കുട്ടികളെയും നമ്മൾ ഒരുപാട് പരിഗണിച്ച് അവരെ ശരിക്കും അവർക്ക് നമ്മുടെ ഒരു കനിവ് വേണം. മുതിർന്ന ആളുകളുടെ ഒരു അറ്റൻഷനും സ്നേഹവും സപ്പോർട്ടും എല്ലാം വേണ്ട ഒരു വിഭാഗമാണ് കുട്ടികളെന്ന് പറയുന്നത്. കാരണം നാളത്തെ അത്ഭുതങ്ങൾ ഇരിക്കുന്നത് അവരിലാണ്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളുടെ ജീവിതം ഇല്ലാതാവുന്ന കാര്യങ്ങളും നമ്മൾ മുതിർന്നവരുടെ പ്രവർത്തികളിൽ നിന്നുണ്ടാവാം. സോ എല്ലാവരും അത് ശ്രദ്ധിക്കുക. നമുക്ക് അനിയന്മാരായിട്ടും അനിയത്തിമാരായിട്ടും മക്കളായിട്ടും അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടികളായിട്ടൊക്കെ നമുക്ക് ഒരുപാട് കുട്ടികളെ അറിയാം. അല്ലാതെ എല്ലാവരും പാരൻറ്റിങ്ങിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക. ആരെങ്കിലും കുട്ടികളെ